ലോക്കൽ ആളുകളുടെ ജീവിതം കാണിച്ചു തരാനാണെന്നും പറഞ്ഞ് കുറെ ക്രിഞ്ച് സീനുകളും തല്ലിപ്പൊളി ഡയലോഗ്സും കൂട്ടിക്കുഴച്ചുണ്ടാക്കി വെച്ച ഒരു തീട്ടപ്പടം. അതാണ് മിസ്റ്റർ ലോക്കൽ. മിക്ക തമിഴ് പടങ്ങളിലും നമ്മൾ കാണാറുള്ളത് പോലെ തുടക്കത്തിൽ തന്നെ ഒരു ബയോഡാറ്റ സോങ് ഈ പടത്തിലും വരുന്നുണ്ട് കേട്ടോ. ഏയ് ഞാൻ നല്ലവനാണ്, കാശിനേക്കാൾ വലുതെന്റെ നൻപനാണ്, ഞാൻ ആനയാണ്, ചേനയാണ്, എന്റെ ട്രൗസറിന്റെ മൂട്ടിൽ ഓട്ടയാണ് എന്നൊക്കെ പറഞ്ഞൊരു പാട്ട്. അപ്പൊ ഇയാളൊരു വലിയ സംഭവമാണെന്നാണ് ഇയാൾ തന്നെ പറയണത്. നമ്മളെ പറ്റി മറ്റാരും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ തന്നെ പറയും. ഒരു ദിവസം നമ്മുടെ ലോക്കലും അയാളുടെ അമ്മയും കൂടി ഒരു സീരിയൽ നടിയെ കാണാൻ പോവായിരുന്നു. അപ്പോഴാണ് അത് സംഭവിച്ചത്. ലോക്കലിന്റെ വണ്ടി ഒരു കാറുമായി കൂട്ടിയിടിച്ചു. ദേഷ്യം വന്ന് നമ്മുടെ ലോക്കല് കാർ ഓണറെ തല്ലാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ ഇടയിൽ ട്രാഫിക് പോലീസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ കാർ തുറന്ന് പുറത്തോട്ട് വന്നത് ഈ കഥയിലെ നായികയാണ്, കീർത്തന വാസുദേവൻ. നായികയെ കണ്ട ലോക്കൽ കുറച്ചു നേരത്തേക്ക് അയാളുടെ ദേഷ്യമൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിവെച്ച് വായെന്ന് വെള്ളം ഒലിപ്പിച്ച് നിൽക്കാണ്. என் மேல எந்த தப்பும் இல்ல. நான் வரும்போது கிரீன் சிக்னல் தான் இருந்துச்சு. எங்க மேல எந்த தப்பும் இல்ல. நாங்க வரும்போது தான் கிரீன் சிக்னல் இருந்துச்சு. யாரு மேல எந்த தப்பும் இல்ல. எங்க மேல தான் தப்பு. സം സിഗ്നൽ പ്രോബ്ലം. കൊല്ലണ്ടവനാ. അത് ശരി, ഇയാൾ ഏതറാ? ഇയാളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് ഇയാൾ ഈ പെണ്ണിനോട് ചോദിക്കാൻ പോയത്? നീ എന്താ ചോദിക്കാത്തതെന്ന് വിചാരിച്ചിരിക്കുകയാണ്. சரி சரி இரு, நானே கேக்குறேன். யாரு மேல எந்த தப்பும் இல்ல. எங்க மேல தான் தப்பு. ടെക്നിക്കൽ ഇഷ്യൂ ആണ്, ആരുടെ ഭാഗത്തും തെറ്റില്ല എന്നൊക്കെ ട്രാഫിക് പോലീസ് പറഞ്ഞിട്ടും നമ്മുടെ ലോക്കലിന് അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല. മൂപ്പര് നായികയോട് സോറി പറയാൻ പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. ഇത് ടെക്നിക്കൽ ഇഷ്യൂ അല്ലേ? രണ്ടുപേരുടെ ഭാഗത്തും തെറ്റില്ല, പിന്നെ എന്തിനാ സോറി ഒക്കെ പറയണത്? ഓ, അപ്പോഴല്ലേ ഇയാൾക്ക് അതും പറഞ്ഞ് ഈ പെണ്ണിന്റെ പിന്നാലെ നടക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ മറന്നു. സീരിയൽ നടിയെ കാണാൻ പോയപ്പോഴാണ് ലോക്കല് ഒരു കാര്യം തിരിച്ചറിയുന്നത്. നമ്മുടെ നായിക ഒരു സീരിയൽ പ്രൊഡ്യൂസറാണ്. ഇയാള് പിന്നെ കീർത്തനയുടെ പിന്നാലെ നടന്ന് നീ സോറി പറയെന്ന് പറഞ്ഞ് വെറുപ്പിക്കുകയാണ്. ഇതാണ് പറയണത്, കഥ ഇല്ലെങ്കിൽ പടം എടുക്കാൻ നിൽക്കരുത്. ഇത് വെറുതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടാണ്. അങ്ങനെ അവിടെ കുറെ നേരം വെറുപ്പിച്ച ശേഷം ലോക്കല് വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ ലോക്കലിന്റെ അമ്മ അവരുടെ കോളനിയിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. എന്തിനാന്നറിയോ? അവര് സീരിയൽ നടിയുടെ ഒപ്പം എടുത്ത സെൽഫി കാണിക്കാനാണത്രേ. ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? ഫേസ്ബുക്ക് വന്ന 5 വർഷത്തില് ഇതാ എനിക്ക് റെക്കോർഡ്. നിനക്കൊന്നൊരു പണിയില്ല. കറണ്ട് ഇല്ല, വെള്ളമില്ല എന്നൊക്കെ പറഞ്ഞ് മീറ്റിംഗ് നടത്തുന്നത് കണ്ടിട്ടുണ്ട്. ഇത് സെൽഫി എടുത്തു, ഫോൺ ഹാങ് ആയി, സ്റ്റോറേജ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മീറ്റിംഗ്. ഈ സീരിയൽ നടി ഇവരുടെ കോളനിയിൽ പോപ്പുലർ ആയതുകൊണ്ട് തന്നെ ഫോട്ടോ കണ്ട എല്ലാവരും സന്തോഷത്തിൽ കൈയടിക്കുകയാണ്. പക്ഷെ അതേ സീരിയൽ നടി തന്നെ കുറെ നേരമായിട്ട് കോളനിയുടെ താഴ്ത്തു വന്ന് നിൽക്കുന്നുണ്ട്. അവിടെ ആണെങ്കിൽ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല. ഇതാരടാ അതൊക്കെ എഴുതി വിടുന്നു? എല്ലാവർക്കും ഫോട്ടോ മതി, ഒറിജിനൽ ഒന്നും ആർക്കും വേണ്ട. സംഭവം സീരിയൽ നടിയെ കീർത്തനെ പുറത്താക്കി. കാരണം എന്താന്ന് വെച്ചാ നമ്മുടെ ലോക്കല് അവരുടെ ഒപ്പം സെൽഫി എടുത്തോണ്ട്. ലോക്കലിനെ കീർത്തനയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. സീരിയൽ നടിയുടെ ജോലി പോയത് ലോക്കലിന് ഇഷ്ടമില്ല. അതുകൊണ്ട് അയാൾ പകരം ചോദിക്കാൻ വേറെ ഏതോ ഒരുത്തിനെ വിളിച്ചിട്ട് നേരെ കീർത്തനയുടെ ഓഫീസിലേക്ക് പോയി. ഇനി കുറച്ചു നേരം ഇയാളുടെ കൂട്ടുകാരന്റെ വെറുപ്പിക്കല്. ഒന്ന് വിളിച്ചോണ്ട് പോടോ. പാവം, ഒഴുങ്കാ അവങ്ങളെ സീരിയലിൽ சேர்த்துக்கோங்க. அதுதான் எல்லாத்துக்கும் நல்லது. ഇവൻ ആരടാ? അവരുടെ കമ്പനി, അവരുടെ സീരിയല്, അവരുടെ കാശ്, അവരുടെ ഇഷ്ടം. ഇയാൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയണത്? അല്ലെങ്കിൽ തന്നെ ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ആരും പണിയൊന്നും കൊടുക്കാത്തോണ്ട് എന്റെ കൂടെ കൂടിയിരിക്കാം. ഒഴുങ്കാ മറുപടിയും அந்த பொண்ணு சீரியல்ல சேர்த்துக்கோ. இல்லன்னா நீயும் தலையில ஜேசிபி வச்சு மண்ணள்ளி போட்டுக்கிறதுக்கு சமம். ഇതൊക്കെ ഒരു മാസ് സീനാണോ? வளர்ப்பு சரியில்லையே. அப்பா அம்மா பத்தி பேசின செம்ம டென்ஷன் ஆயிடுவேன். அப்ப உங்க தாத்தா பாட்டி பத்தி பேசுவேன். என்னடி பண்ணுவ? ഇതിനെയാണ് ടോക്സിക് മെന്റാലിറ്റി എന്ന് പറയുന്നത്. ആണുങ്ങൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവിടെ നീതി ന്യായമൊന്നുമില്ല, അവരെന്താണോ പറയണത് അതനുസരിക്കുക എന്നുള്ളൊരു രീതിയാണ് ഈ സിനിമയിൽ ഇതുവരെ കാണിച്ചേക്കണത്. അത് കണ്ടിട്ട് കുറെ പൊട്ടന്മാര് കൈയടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നോക്ക്. குறிப்பா நயன்தாரா கிட்ட திமிருத்தனமா பேசும்போது நமக்குள்ள இருக்கிற ஆம்பளை எடி பாக்குறான். മയിരാണ് സന തോന്നിയായിരിക്കും. உங்க தாத்தா பாட்டி பத்தி பேசுவேன். என்னடி பண்ணுவ? நான் சொல்றதெல்லாம் கேட்டே மனசு நோகாம நடந்துட்டீங்கன்னா இந்த எபிசோட் இன்னையோட எண்ட். ഇതുപോലത്തെ നാറിയ ഡയലോഗൊക്കെ മാസാണെന്ന് പറഞ്ഞ് ഒരു BGM കുത്തിക്കയറ്റി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ എടുത്തു വെച്ചവനാണ് ആദ്യം പറയേണ്ടത്. എന്തോ വലിയ കാര്യം ചെയ്തിട്ട് വരുന്ന പോലെയാണ് ഇയാൾ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്. മറുവശത്ത് നമ്മുടെ നായികയാണെങ്കിൽ ഒരു സൈക്കോ ലെവലിലേക്ക് എത്തുകയാണ്. மேடம், ஒரு 2 minutes உங்ககிட்ட பேசணும் அப்படின்னு அவன் கெஞ்சணும். என் கால்ல விழுந்து என்ன விஷ் பண்ணிட்டு மன்னிப்பு கேட்கணும். ഇതൊക്കെ ഒരു ട്രാഫിക് ലൈറ്റ് കാരണമാണ് കേട്ടോ ഉണ്ടായത്. അത് ആലോചിക്കണം. എന്തേലും കാട്ട്. பாலிவுட் ஆர்டிஸ்ட் தீபிகா படுகோன் பிரியங்கா சோப்ராவுக்கு டஃப் கொடுக்கும் நமது கீர்த்தனா வாசுதேவன் அவர்களே. ഇതിനിടെ കൂടെ അങ്ങനെ അങ്ങ് ഉണ്ടാക്കണ്ട. അതിനിടെ കൂടെ ഒരു അഡ്ജസ്റ്റ്മെന്റ്.
അങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി 1 മണിക്കൂർ കഴിഞ്ഞു. ഇനിയും 1.5 മണിക്കൂറുണ്ട്. ശരി, ഇനിയെങ്കിലും കഥയിൽ വല്ല മാറ്റം ഉണ്ടാവും എന്ന് വിചാരിച്ചപ്പോ നമ്മുടെ കീർത്തന ലോക്കൽ ജോലി ചെയ്തിരുന്ന കമ്പനി വിലക്ക് വാങ്ങി ലോക്കലിന്റെ പണി കളയുകയാണ്. நான் தான் உன்னை வேலையை விட்டு தூக்குனேன். உன்ன மாதிரி பக்கா லோக்கல் பசங்களை பார்த்தாலே எனக்கு பிடிக்காது. അതെ, ഈ ജോലി പോയാൽ അയാൾക്ക് വേറെ ജോലി കിട്ടില്ലല്ലോ. അയാൾ പിച്ചെടുക്കാൻ പോകും, അയാളുടെ കുടുംബം പട്ടിണിയിലാവും. ഇവനെന്തൊരു തോൽവിയാടാ. അതായത് ഞാൻ പുറത്തുനിന്ന് ഒരു വട വാങ്ങി കഴിച്ചു. നോക്കുമ്പോ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നേരെ പോയി ആ ചായക്കട വിലക്ക് വാങ്ങി ആ വട ഉണ്ടാക്കി അയാളെ അവിടുന്ന് പുറത്താക്കി. മാസ്. കാരണം അയാൾക്ക് വേറെ ചായക്കടയിൽ ജോലി കിട്ടില്ല, അയാളുടെ കുടുംബം പട്ടിണിയാവും. ഓരോ പൊട്ടത്തരങ്ങളെ. ലോക്കലിനെ കാണുന്നത് തന്നെ നമ്മുടെ നായികയ്ക്ക് ഇഷ്ടമല്ല. പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് ഇയാളെ ഡ്രൈവർ ജോലിക്കൊക്കെ വിളിക്കണത് എന്നാവോ. உன்ன மாதிரி பக்கா லோக்கல் பசங்களை பார்த்தாலே எனக்கு பிடிக்காது. A few moments later. நீ டிரைவர் வேலைக்கு வந்துரு. ലോക്കലാണെങ്കിൽ കേൾക്കേണ്ട താമസം പിറ്റേന്ന് തന്നെ കീർത്തനയുടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യാണ്. പിന്നെ ഇയാളുടെ കുറെ വെറുപ്പിക്കലാണ്. ഡോറാബുജി അത്രേ. ഡോറാബുജി. അതിന്റെ ഇടയിൽ ഒരു ഫൈറ്റ്. ലോക്കല് ഫുട്ബോൾ കളിച്ച് ഫൈറ്റ് ചെയ്യുകയാണ്. ലോക്കലിന്റെ അടി കൊണ്ടൊരു ഗുണ്ട നേരെ ബൈക്കൊക്കെ സ്റ്റാർട്ടാക്കി എങ്ങോട്ടോ പോവാണ്. ഞാൻ പോകുന്നു. പിന്നെ നമ്മുടെ ലോക്കലിന്റെ കുറച്ച് മലയാളം. എനിക്ക് അപ്പലേ അറിയാം, ഈ കീർത്തുകുട്ടി മണോവെ തേടി ഒരു നാൾ വരും. ഈ ഡോറാബുജിയെ ഞാൻ കയ്യിൽ വെച്ച് കൊഞ്ഞി വിളയാടും. കൊഞ്ഞല്ല, പഞ്ഞി പഞ്ഞി. നിങ്ങളോട് ആരാണ് ഇപ്പൊ മലയാളമൊക്കെ എടുത്തിടാൻ പറയണത്? ഞങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെട്ടോ? ഇത് മലയാളമാണോ? കൊഞ്ഞി വിളയാടുത്ര. കൊഞ്ഞി വിളയാടും. ഇവരൊക്കെ മലയാളം പാട്ട് പാടിയുള്ള അവസ്ഥ. കൊഞ്ഞി കൊഞ്ഞി വിളിക്കുന്ന കാറ്റ്. കൊഞ്ഞി വിളയാടും. കൊഞ്ഞി കൊഞ്ഞി ചിരിച്ചാൽ. മനസ്സിലായോ എന്റെ ചേട്ടാ, മനസ്സിലായോ? ഹിന്ദിയിലാണെങ്കിൽ ഞാൻ ശാലിനി ഉണ്ണികൃഷ്ണൻ, തമിഴില് കൊഞ്ഞി വിളയാടും. വേറെ ഉണ്ട് കുറെ, എനിക്ക് പറയാൻ വയ്യ. இது என் லைஃப், நான் பாத்துக்கிறேன். இது வரைக்கும் இல்ல, ஆனா இனிமே கேட்கணும். அம்மா நீ தேவையில்லாம என் விஷயத்துல தலையிடுற. அப்பா அம்மாக்கு உசுரையே கொடுப்போம். அம்மா நீ தேவையில்லாம என் விஷயத்துல தலையிடுற. അവസാനം നമ്മുടെ കീർത്തനയെ വണ്ടി ഇടിക്കും. ലോക്കൽ അവളെ രക്ഷിക്കും, അയാളുടെ ബ്ലഡ് ഒക്കെ കൊടുക്കും. കീർത്തനയ്ക്കാണെങ്കിൽ പെട്ടെന്ന് ലോക്കലിനോട് ലവ് തോന്നുകയാണ്. ஆண்டி, அன்னைக்கு உங்க வீட்டுக்கு வந்து ஏதேதோ பேசிட்டேன். எதையும் மனசுல வச்சுக்காதீங்க. ഇങ്ങനെ പെട്ടെന്ന് നല്ലവളാകാൻ നോക്കിയാ ഞങ്ങക്ക് ഡൗട്ട് ഉണ്ടാകത്തില്ലേ? உங்க எல்லாரோட பாஸ்போர்ட்டும் எனக்கு வாட்ஸ்அப் பண்ணிடுங்க. நான் விசா அரேஞ்ச் பண்ணிடுறேன். കീർത്തന ലോക്കലിനെയും കൂട്ടി നേരെ പാരീസിലേക്ക് പോകും. എന്നിട്ട് അയാളെ പിടിച്ച് അവിടുത്തെ ജയിലിലിടും. കാരണം എന്താണെന്നറിയോ? ഈ പടത്തിന്റെ പ്രൊഡ്യൂസറിന്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്, അതെങ്ങനെയെങ്കിലൊക്കെ ചെലവാക്കണല്ലോ. ആ ജയിലിലിരുന്ന് നമ്മുടെ ലോക്കല് ഒരു പോലീസുകാരനോട് അയാളുടെ കഥ മൊത്തം പറയുകയാണ്. കാരണം ആ പോലീസുകാരന് വേറെ പണിയില്ല, ഇയാളുടെ കഥ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ പോലീസിൽ ചേർന്നത്. இவ்வளவு நல்லா ஸ்கெட்ச் போடுறவங்க அம்மா ஏன் உங்க அப்பா செத்ததுக்கு அப்புறம் தனியாவே இருந்துட்டாங்க? ஸ்கெட்ச் போட்டு கரெக்ட் பண்ணி கல்யாணம் பண்ணிருக்கலாமே. ഇയാൾക്ക് ഈ പെണ്ണിന്റെ ഫാമിലിനെ പറ്റി പറയാം, അതില് തെറ്റില്ല. അത് മാസാണ്, താറുമാറു ലോക്കല് അങ്ങനെയൊക്കെ വരും. அப்பா அம்மா பத்தி பேசின செம்ம டென்ஷன் ஆயிடுவேன். அப்ப உங்க தாத்தா பாட்டி பத்தி பேசுவேன், என்னடி பண்ணுவ? ഈ പെണ്ണ് അത് നേരെ തിരിച്ചു പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. അപ്പൊ ഈ ടൂണൊന്നും വരില്ല. പിന്നെ എങ്ങനെയോ ഇയാൾക്ക് ജാമ്യം കിട്ടും. അവസാനം എന്താ, ലോക്കലിന്റെ പെങ്ങള് കീർത്തനയെ വിളിച്ച് ഒരു ഗെയിം കളിക്കാൻ പറയും. കീർത്തനാണെങ്കിൽ അത് കളിക്കട്ടോ. ഈ ലോക്കലിന് ഇഷ്ടമല്ലാത്ത ആളാണ്, ലോക്കലിന്റെ കുടുംബത്തോട് ഈ പെണ്ണിന് ദേഷ്യമാണ്. പക്ഷെ അയാളുടെ പെങ്ങള് വിളിച്ചൊരു ഗെയിം കളിക്കാന്ന് പറയുമ്പോഴേക്കും പിന്നെന്താ, എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഞാൻ പാരീസിലുണ്ട്, ഗെയിം കളിക്കാം. அன்னைக்கு நீ பேசிட்டு போனதுக்கு அப்புறமா உன் தங்கச்சி திவ்யா எனக்கு ஃபோன் பண்ணா. லவ் கேம் பத்தி என்கிட்ட அவ சொன்னா. உங்களுக்கு கல்யாணம் ஆயிருச்சு, நீங்க கன்சீவா இருக்கீங்க, உங்களுக்கு நல்லபடியா குழந்தை பிறந்துருச்சு. திடீர்னு டோர் ஓபன் ஆகுற சத்தம் கேட்டுச்சு. நீங்க டக்குன்னு திரும்பி பாத்தீங்க. ഇതൊക്കെ ഒരു ഗെയിം. திடீர்னு டோர் ஓபன் ஆகுற சத்தம் വരകാണ്ടൊന്നും വിളിച്ചോണ്ട് പോടാ. അല്ല, ഇത് ആദ്യം കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത് മൊത്തം കാണേണ്ട ആവശ്യം വരുമോ? ഇതിപ്പോ എവിടെ എത്തി? തമിഴ്നാട് നിന്ന് തുടങ്ങിയിട്ട് പാരീസിലെത്തി. ഇങ്ങനത്തെ കഥയൊക്കെ മനസ്സിൽ തോന്നുമ്പോ തന്നെ അതൊരു കുഴി വെട്ടി മൂടണം. അത് പേപ്പറിലാക്കി, അത് സ്ക്രിപ്റ്റ് ആക്കി, ഇതിനൊരു പ്രൊഡ്യൂസറിനെ സംഘടിപ്പിച്ച് ലോക്കല് ISD എന്നൊക്കെ പറഞ്ഞ് ഒരു പേരിട്ട് അങ്ങോട്ട് ഇറക്കിക്കോളും. ഒന്നും പറയല്ല. എന്നാ ശരി, ഞാൻ പോട്ടെ. போய்க்கூடா போய்க்கோ.